ഓം ശ്രീ ആഞ്ജനേയ നമ. എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലായ MS ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. മകരമാസം വന്നെത്തുകയാണ്. ഇനി ഒരു ദിവസം കൂടിയുള്ളൂ മകരമാസത്തിന്. മകരമാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മകരമാസത്തിൽ രാശി വന്നു നിൽക്കുന്ന 3 നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉത്കൃഷ്ടമായ മാസമാണ് മകരമാസം. ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ 3 നാളുകൾക്കാണ് രാശി മകരമാസത്തിൽ വരുന്നത്. ഉത്രാടത്തിൻ്റെ 3/4 ഭാഗം, തിരുവോണം മുഴുവനായും, അവിട്ടത്തിൻ്റെ പകുതി, അവിട്ടത്തിൻ്റെ നേർപകുതി. ഇത്രയും രാശികൾക്കാണ്, ഇത്രയും നാളുകൾക്കാണ് മകരത്തിൽ രാശി വരുന്നത്. അതുകൊണ്ട് തന്നെ മകരത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം കടാക്ഷിക്കുന്ന ഈ 3 നാളുകളാണ്. ഈ 3 നാളുകളിലുള്ളവർ, ഉത്രാടം, തിരുവോണം, അവിട്ടം, ഈ 3 നാളുകളിൽ ഉള്ളവർ നക്ഷത്രക്കാർ പരമാവധി ക്ഷേത്ര ദർശനത്തിന് വേണ്ടി മാറ്റിവെക്കണം ഈ ഒരു മാസം. ഏറ്റവും കൂടുതൽ ദൈവാധീനം കടാക്ഷിക്കുന്ന ഒരു മാസമാണ് മകരമാസം. നമ്മൾ കൂടുതൽ എത്രത്തോളം ദൈവത്തെ വിളിക്കുന്ന അത്രത്തോളം ദൈവം കേൾക്കുന്ന, ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു മാസമാണ് ഈ ഒരു മകരമാസം. പ്രത്യേകിച്ച് പുരുഷന്മാർ പറ്റുമെങ്കിൽ ശബരിമല ദർശനം നടത്തുന്നത് വളരെയധികം അനുയോജ്യമായിരിക്കും. അതുപോലെ തന്നെ സ്ത്രീകൾ കുടുംബക്ഷേത്രങ്ങളിൽ യഥാശക്തി വഴിപാട്, അതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്രം, മഹാവിഷ്ണു ക്ഷേത്രം, അങ്ങനെയുള്ള അമ്പലങ്ങൾ ദർശനം നടത്തുന്നതും വളരെ നല്ലതായിരിക്കും. ഭാഗ്യത്തോടൊപ്പം പ്രത്യേകിച്ച് ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പരീക്ഷകളിലൊക്കെ ഏറ്റവും കൂടുതൽ സ്കോറിങ്, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാം അങ്ങനെയുള്ള കേസുകളൊക്കെ ആണെങ്കിൽ ഏറ്റവും വിജയം കടാക്ഷിക്കാൻ പറ്റുന്ന ഒരു മാസം കൂടിയാണ് മകരമാസം. അതുപോലെ ഈ 3 നക്ഷത്രങ്ങൾ പരമാവധി പുറത്തുനിന്നുള്ള ഭക്ഷണം ഈ ഒരു മാസം, ഈ ഒരു കാലയളവിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കാരണം അവർക്ക് ഭക്ഷ്യ സംബന്ധമായ പ്രശ്നങ്ങൾ, ശാരീരിക അസ്വസ്ഥതകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ ഒരു ജ്യോതിഷപരമായി ഞാൻ എൻ്റെ കവിടിയിൽ കണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പം ഈ 3 നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുത്ത് നിൽക്കേണ്ട ഒരു മാസമാണ് മകരമാസം. ഏറ്റവും ഭാഗ്യം കടാക്ഷിക്കുന്നതും ദൈവാധീനമുള്ള മാസമാണ്. അതുകൊണ്ട് കുടുംബക്ഷേത്രങ്ങളിലും അതുപോലെ ശ്രീകൃഷ്ണ വിഷ്ണു ക്ഷേത്രങ്ങളിലും ദർശനം നടത്തേണ്ടതാണ്. അതുപോലെ മകരമാസത്തിലെ 30 ചൊവ്വ, മകരമാസം തുടങ്ങുന്നത് തന്നെ ചൊവ്വയിലാണ്. 30 എന്ന് പറയുന്നത് ഒരു മാസത്തിലെ ആദ്യ തിങ്കൾ, ആദ്യ ചൊവ്വ, ആദ്യ ബുധൻ, അങ്ങനെ ആദ്യ ഞായർ വരെയുള്ള ദിവസങ്ങളെ നമുക്ക് 30 വെച്ചാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തുടങ്ങുന്ന ദിവസമായ മകരമാസത്തിൻ്റെ 1-ാം ദിവസമായ ചൊവ്വാഴ്ച, 30 ചൊവ്വ, ഈ ദിവസം പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ദുർഗാദേവി ക്ഷേത്രം, ഗണപതി, ഹനുമാൻ സ്വാമി, ഈ ക്ഷേത്രങ്ങളിൽ ഈ ദേവന്മാരെ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. കാരണം ആ ദേവന്മാരുടെ, ദേവിമാരുടെ സ്വാധീനം ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു മാസം കൂടെയാണ്. തുടക്കത്തിൽ തന്നെ 30 ചൊവ്വയിൽ തുടങ്ങുന്നതാണ് ഈ മകരമാസം. അതിൻ്റെ ഐശ്വര്യം തീർച്ചയായും എല്ലാവർക്കും ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ 3 നാളുകൾക്ക്, ഉത്രാടം, തിരുവോണം, അവിട്ടം 3 നാളുകൾക്ക് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ മാസം കൂടെയാണ് മകരമാസം. അപ്പോൾ എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.